ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ടി ബ്ലോഗ്സ് മീറ്റിന് വർഗീസ്. എനിക്ക് പനിയുടെ നല്ല ലക്ഷണമുണ്ട്. ഓക്കെ, എന്തെങ്കിലും വോയിസിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഓക്കെ, സബ്ജക്റ്റിലോട്ട് പോകാം. നിങ്ങൾ തമ്മിലനി കണ്ടതുപോലെ തന്നെ സ്ക്വിഡ് ഗെയിം സീസൺ 2-ൻ്റെ ഒരു റിവ്യൂ പറയാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഓൾറെഡി സീസൺ 2 സീസൺ 1 കാണാത്തവരായിട്ട് ആരും തന്നെ കാണത്തില്ല. കാരണം ലോകത്ത് വെച്ച് ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട ഒരു സീരീസുകളിൽ ഒന്നാണ് ശരിക്കും. ആദ്യം ദക്ഷിണ കൊറിയയിൽ ഇറങ്ങി വളരെ ചെറിയ രീതി വന്ന് വലിയ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ നെറ്റ്ഫ്ലിക്സ് ഏറ്റെടുത്തും വമ്പം വിജയമായിട്ടുള്ളൊരു സീരീസാണ്. ഓക്കെ, ഇതിൻ്റെ ആദ്യ കഥ എന്ന് പറയുന്നതും ഈ പറയുന്നുള്ള കളി കളിച്ച് ഏറ്റവും അവസാനം ഒരാൾ മാത്രം വിൻ ചെയ്യുന്നു. ഓക്കെ, തുടർന്നുള്ള സീക്കിൽ തന്നെ കറക്റ്റ് സീക്കിൽ തന്നെയാണ് സെഡ് ഗെയിമിൻ്റെ സെക്കൻഡിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം ഈ സെക്കൻഡിലോട്ട് വരികയാണെങ്കിലും ചില സീരീസിൻ്റെ അല്ലെങ്കിൽ ഫിലിംസിൻ്റെ ഒക്കെ സെക്കൻഡിലോട്ട് കിടക്കുമ്പോൾ അതിൻ്റെ ഫസ്റ്റിൻ്റെ സോള് തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലാണ് ചിലൻ്റെ സെക്കൻഡ് വരുന്നത്. പക്ഷേ ഈ സീരീസ് ഞാൻ ഇന്നലെയാണ് കണ്ടത്, ഇന്നലെ രാത്രിയോട് കൂടിയാണ് കണ്ടു തീർത്തിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ സീരീസിൻ്റെ സെക്കൻഡ് വന്നപ്പോഴത്തേക്കും സോള് ആ ഫസ്റ്റിൻ്റെ ഒരു സോൾ അവിടെ തന്നെ കിടപ്പുണ്ട്. ഒരു ഡിഫറെൻ്റ് ടൈപ്പിലുള്ള എന്താ പറയുക, ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഒരു കാറ്റഗറീസാണ് അവിടെ ഫോക്കസ് ചെയ്തേക്കുന്നത്. കഴിഞ്ഞ തവണ അതിൽ പങ്കെടുക്കുന്നവരെ കുറിച്ച് മാത്രമാണ് ഫോക്കസ് ചെയ്തെങ്കിൽ മാത്രം ഇത്തവണ അവിടെ നിൽക്കുന്ന കമാൻഡോസ് വിച്ച് മീൻസ് ഷൂട്ട് ചെയ്യുന്നവരുടെ അവരുടെ ലൈഫിലോട്ടും കൂടെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള പ്രമേയം, വ്യത്യസ്തമായിട്ടുള്ള കളികൾ. പിന്നെ ഈ ഒന്നാമത്തെ കാര്യം ഞാൻ ഇതിനകത്ത് പറഞ്ഞു പോയേക്കാം, ഈ ഗെയിമല്ലല്ലോ, ഈ ഒരു ഗെയിം എന്ന് പറയുന്ന ഒരു സീരീസ് ഇത്രത്തോളം പോപ്പുലർ ആവാനുള്ള ഒന്നാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അത് വേറൊന്നുമല്ല, നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ലോകത്തുള്ള എല്ലാ ഹ്യൂമൻ ബീങ്ങിൻ്റെ ഉള്ളിൽ ഒരു സൈക്കോ ഉണ്ട്. ഒരു ചെറുതായിട്ടെങ്കിലും മറ്റുള്ളവരില്ലാതായി കാണാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നശിക്കപ്പെടുന്നത് കാണാൻ. അതിനെയാണ് ഇത് മുതലെടുത്തേക്കുന്നത്. ഓക്കെ, ഞാൻ കണ്ടപ്പം എനിക്ക് വിചാരിച്ചത്, എനിക്ക് തോന്നിയതായിട്ടുള്ള ഒരു കാര്യമാണത്. ഓക്കെ, എന്താ പറയുക, നല്ലൊരു സീരീസാണ്. നിങ്ങളെല്ലാവരും ഇപ്പം ഇന്ത്യയിലോട്ട് വരികയാണെങ്കിൽ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഐ തിങ്ക് തെലുങ്കിലും തമിഴും അവൈലബിളാണെന്ന് തോന്നുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഞാൻ വളരെ മികച്ചൊരു സീരീസാണ്. ഞാൻ ഈ ഡിഫറെൻറ്റ് ടൈപ്പിലോട്ടുള്ളവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നു. ഓക്കെ, ഇറ്റ്സ് മീ ടി വർഗീസ് ഫ്രം ടി ബ്ലോഗ്സ് സൈനിങ് ഔട്ട്.